അടിപൊളി സാധനം കിട്ടി. ആകാശ മൊട്ടാമ്പിളി പറഞ്ഞോട്ടോ, അവരെന്ത് മേടിക്കും പറഞ്ഞോട്ട്. ക്രിക്കറ്റ് കളിക്കുന്നു. നീ കൊടുത്തു ഒന്ന് കയ്യാണിക്ക. ആ ഇടിയല്ലേ, ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഇരുന്നവിടെ ഒരു കുപ്പീൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇനി ഇവളെ മുഖം മാത്രം കാണിച്ചിട്ട് സ്വാഗതം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവള് കളിച്ച് വളർന്ന് വീണ് പെരണ്ട് ഉരുണ്ട് തെരണ്ട് കളിച്ച കണ്ടം അല്ലേ. ഇവള് വീണ ഇവള് പണ്ടപ്പോ ഇടിച്ചു കെട്ടി വീണ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞു. അത് കാണാനാണ് ഞാൻ വന്നത്. കുളമല്ല, ഒരു ഇത്. പക്ഷെ അത് പുല്ല് വന്നിട്ട് മൂടി, അത് തപ്പിപ്പോയാൽ ഇന്ന് ഞാൻ പോകും. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് അല്ലേ. നല്ല ഏരിയ കേട്ടാ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇരുട്ടായാലും ഇവിടെ വെളിച്ചം കുറവുണ്ടാവില്ല. നമ്മൾ കളിക്കുമ്പോഴേക്കും നല്ല വെളിച്ചമുണ്ട്. കുറച്ച് കഴിഞ്ഞ അപ്പുറം കണ്ടം കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുമ്പോ മനസ്സിലായി നല്ലോണം ഇരുട്ടായിരുന്നു. അമ്മ നല്ല കണ്ടാ അങ്ങനത്തെ ഒരു സ്ഥലമാട്ടെ ഇത്. നിങ്ങളുടെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലം? ഇല്ലല്ലോ. അതെയാ, നമുക്ക് കണ്ടതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലത്തിലേക്കുള്ള ഓർമ്മകൾ. നമ്മളിടയ്ക്കുള്ള ഇങ്ങനത്തെ സ്ഥലമല്ലല്ലോ ഇപ്പം. ആ പരിസരത്തേക്ക് പോക്കില്ല നമ്മൾ. എൻ്റെ ഭഗവാനെ, ഇതെല്ലാം കാണുമ്പോണ്ടല്ലോ. എടൂ ഹായ്, പിള്ളേർ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. പോയിട്ട് കളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനക്കാണെങ്കിൽ ബാറ്റിന് ബോൾ കൊള്ളുകയില്ല. അല്ല പോയിട്ട് രണ്ട് കളി കളിക്കുന്നു, നാണം കെടും. ആ സ്ലോ മോഷനിൽ ഇവിടെ ഒരു ബിഗ് ബിയാ. വേണ്ട, മതി. എന്താ പറയാനുള്ള എനിക്ക് കളിച്ച് വളർന്ന സ്ഥലല്ലേ. നീ കൊടുത്തു ഒന്ന് കയ്യാണിക്ക. ആ ഇടിയല്ലേ, ചെറുപ്പത്തിലാണ് പണ്ട്. പിന്നെ ഞാൻ ഒരു 8ാം ക്ലാസ്സിലാകുമ്പോ പിന്നെ കുറച്ച് വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയി. പഠനം എന്നുള്ള ഇതിലേക്ക്. പഠിപ്പൊന്നും ഇല്ലെങ്കിലും പഠിച്ച് ഇപ്പൊ ആരായി. വീടെല്ലാം വെള്ളം വരും കേട്ടോ, മഴയുള്ളേരോ. കനാലില് വെള്ളം വന്നില്ല ഗായ്സ് എന്ന് പറഞ്ഞ പോലെ. കനാലാണ് വീടെല്ലാം. പണ്ട് ഇതെല്ലാം കുളിക്കുന്ന സ്ഥലമായിരിക്കും അല്ലേ പണ്ടല്ലോ. ചെറിയ പിള്ളേരാകുമ്പോൾ കുളിക്കാൻ അലക്കുമെല്ലാം ചെയ്യും ഇങ്ങനത്തെ സ്ഥലത്ത്. അറിയില്ല, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു സ്ഥലം പറഞ്ഞ ഞാൻ വീണത് കൃഷി നടത്തുന്ന ഒരു വലിയൊരു വരമ്പ് പറയും. ഇവിടെ വരമ്പ് പറയും, ഇങ്ങനത്തെ കുഞ്ഞു വരമ്പല്ലേ. അത് കൂടാതെ ഈ നെൽപ്പാടല്ലാത്ത സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ കൃഷി നടത്തുന്നുണ്ട്. അതിന് തൊട്ടിപ്പറന്ന് ഒരു കുഴി പോലെ. മോളെ സൂര്യൻ അസ്തമിക്കുന്ന. വാവ് ഈശ്വരാ, വീട്ടേന് ഒന്നാമത് പിന്നെ അടിപൊളി സാധനം കിട്ടി. ഇതാര് 2 തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു വാഴയെല്ലാം കൊണ്ടച്ചിന്. ശരിക്കും പറഞ്ഞല്ലേ, ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരു കണ്ടത്തിലും ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഇറങ്ങിയിട്ട് കാലത്തിലേന്നറിയാം. സമയം വരെ കിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ കേട്ടോ. പക്ഷെ ഇവളെ ഞാൻ ഒരു ഏകദേശം ഒരു 4-5 ദിവസം മുമ്പേ അങ്ങനെ കെട്ടി ഇങ്ങോട്ടേക്ക് വിട്ടിന്. അത് ഞാനൊരു റീലാക്കിയിട്ട് ഇട്ടിനേനു. അല്ല, കുറച്ചാൾ ചോദിച്ചിരുന്നു ശരിക്കും ഇത് റീലാക്കുന്നല്ലേ എന്നെല്ലാം ചോദിച്ചിരുന്നു. നോക്കുമ്പോൾ ശരിക്കും ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാണ് കേട്ടോ. അല്ല കേട്ടോ, ശരിക്കും ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചാന്ന്. എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വന്നേ കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം വൈകുന്നേരമായി ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്തോ ബോധോദയം പോലെ പറഞ്ഞ് ഞാൻ കളിച്ചു വളർന്ന സ്ഥലമുണ്ട്, നമുക്ക് കാണാൻ പോകാൻ മറ്റേ പിടിച്ച് കളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ കേട്ടോ. അങ്ങ് ദൂരത്തുനിന്ന് ഓലെല്ലാം പറക്കിക്കൊണ്ടിരുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, പാന്റിന് ചളിയാവുന്നോണ്ട് ആരെങ്കിലും ഓല പിടിച്ച് വലിച്ചു പോയിന്ന് പാളയിൽ വിളിക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടാ. എപ്പോഴും പറയണ്ട, എല്ലാ പ്രാവശ്യം വരുമ്പം പറയൂ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം എന്നാൽ പിന്നെ നമ്മൾ കണ്ടത്തിലേക്കെല്ലാം ഇറങ്ങാൻ നല്ല രസമാണ്, അവിടെ പോയി ഇരിക്കുക വൈകുന്നേരം എന്നെല്ലാം പറയൂ. എന്നിട്ട് ഉച്ചയ്ക്ക് ഇവള് കിടന്നിട്ട് രാത്രി 6 മണി 6:30 എല്ലാം മണിക്കൂ
എന്നേരം ബോധം വരും. പിന്നെ എവിടെയാ നമ്മൾ വരുക, നമ്മള് എപ്പം വന്നാലും അങ്ങനെ. ഞാനിങ്ങനെ 3:30 എണീച്ചിട്ട് ഇങ്ങനെ നോക്കി, ഇവിടെ നിന്നാ എണീക്കാത്ത, നമുക്ക് പോണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എന്തോ അങ്ങനെ സമയം കിട്ടി. നല്ല ഇതാ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ കണ്ടുകൊണ്ട് നല്ല കാറ്റും കൊണ്ട് എന്താ സുഖം, നല്ല രസം. പണ്ട് നമ്മളെ കുറച്ച് ടീമുണ്ടായി, പിള്ളേർ കുറച്ച് ആൾക്കാര്, നമ്മൾ ഇടുന്ന് മാങ്ങ കൊണ്ടുവരും. മാങ്ങയും കൊണ്ടുവന്നിട്ട് വീടുകളിൽ ഇരുന്നിട്ട് മാങ്ങ വന്നു, ഉപ്പും പറങ്ങിപ്പൊടിയെല്ലാം കൂട്ടിയിട്ട്. നല്ല രസമാണ് കാറ്റെല്ലാം കൂടിയിട്ട്. പിന്നെ നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ട് ആ ടൈമിൽ നമ്മളോട് പറയും പുഴയിൽ അങ്ങോട്ടേക്കൊന്നും പോവേ വേണ്ട. നമ്മളെന്ത് ചെയ്യാ, കാട്ടിലൂടെ എല്ലാം പോയിട്ട് പുഴയെല്ലാം നോക്കിയിട്ട് പറയാണ്ട് അങ്ങോട്ടേക്കാ കുറച്ച് നടക്കണം. പുഴയാണ് അഡ്വഞ്ചറസ് ആണ് നമുക്ക്. കൊച്ച പറക്കുന്ന നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി കളിക്കണം എന്നുണ്ട്. പക്ഷേ കയ്യല്ല, പിന്നെ ബാറ്റിലൊന്നും ഇപ്പം ബോൾ കൊള്ളു. നീ കൊണ്ടോട്ടോ, ഞാൻ വീട്ടിൽ പോകാം. കാറ്റടിക്കുന്ന സുഖം, പീസ് ഓഫ് മൈൻഡ് പറഞ്ഞു. കിട്ടി കിട്ടി കിട്ടി. എനിക്ക് കാണിക്കാനിവിടെ കുളവും പിന്നെ പുഴയെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ മിന്നലും ഇടിയെല്ലാം വരുന്നുണ്ട്. ഇവിടെ കണ്ടത്തിൻ്റെ നടുക്ക് നിന്നിട്ട് വെറുതെ പ്രശ്നം ആവണ്ട അല്ലേ, പോയേക്കാം അല്ലേ. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സായം സന്ധ്യ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നു സുഹൃത്തുക്കളെ. നല്ല തണുപ്പ് കാറ്റ്, അത്ര സുഖം. എവിടെ പോയാലും എനിക്ക് വീട്ടിലേക്ക് തന്നെയല്ലേ പോണ്ടേ. വരമ്പ് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? അല്ല, ഈ നെൽകൃഷി നടത്തുന്ന വരമ്പല്ല, അല്ല അല്ല അല്ല, കൃഷി നടത്തുന്ന ഒരു വരമ്പ് നടുവില് എന്താ പറയല എനിക്കറിയില്ല സത്യം പറഞ്ഞത്. എന്തോ പറഞ്ഞോട്ടെ, അവരെന്ത് മേടിക്കും പറഞ്ഞോട്ടെ. ഞാൻ വീണത് അത് ശരി. ഇത് ഇങ്ങനത്തെ ഇതിൻ്റെ ഇവള് വീണട്ടെ, ഇതല്ലേ ഞാൻ നോക്കി നടക്കുന്നത്. ഈലല്ല, ഈരത്തല്ല, ഈരത്തല്ല. ഈരാത്ത് ഞാനെങ്കിൽ ഞാൻ ഇവിടെ ഫോട്ടോയിൽ എടുത്ത് വെക്കുന്നു. യേശു വീണ സ്ഥലം. നമുക്ക് പോവാം വീട്ടിലേക്ക്. ഓക്കെ, റെഡി സെറ്റ് ഗോ. മൈ ഗോഡ്, ഇവിടെ ഇല്ലാത്തൊന്നും കൊണ്ടാ. ഇവിടെ മയിലടക്കം ഉണ്ട് കേട്ടാ. അടക്കലല്ല, അത് ചിലപ്പം കൊത്തു. വേണ്ട വേണ്ട, എന്തിനാണ് അതായി അതിന്റെ പാടായി. വിടർത്തിക്കോട്ടെ, അത് അതിന്റെ ഇഷ്ടത്തിന് വിടർത്തിക്കോട്ടെ. ഏലോട്ടേ പോണ്ടേ വേണോ? മക്കളെ ഒന്നുമില്ല. സിംഹം ഇറങ്ങും നമ്മളെ, സിംഹം പുലിയും കടുവെല്ലാം ഇറങ്ങി. നീ പറഞ്ഞോക്കേട്ടെ, പറഞ്ഞാ ചെലപ്പം അമ്മ അച്ഛൻ കൊറേ പിള്ളേര്. പിള്ളേരുടെ പേര് എത്രയല്ല പഠിക്കുന്നത് നിങ്ങൾ പറഞ്ഞാ? വേണ്ട പുതിരാണ്, അവരായി, അവരെ കുടുംബക്കാരായി സമാധാനത്തോടെ അവിടെ നിൽക്കുന്നതിന് അവിടെ പോയി ശല്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് പോയേക്കാം. നമുക്കിവിടെ മയിലുകളെ വാവാ, ഇണക്കുരുവികളെ വാവാ, നല്ല മധുവിതുരാവുകളെ. എന്തൊരറിവുകളാണ് സുഹൃത്തുക്കൾ. നമുക്ക് പോവാ, നമുക്ക് വീട്ടിലേക്ക് പോവാ. ഏലേ ഇവിടെയാ കുളം, ഇവിടെയാണ് കുളം. ഞാനും വിചാരിച്ചു കുറച്ചു നേരം ഇരുന്നവിടെ ഒരു കുപ്പീൻ്റെ സൗണ്ട് കേൾക്കുന്നത്. പരിപാടി കൊള്ളാലോ, ഞാൻ നാട്ടിലൊന്നും കണ്ടില്ല ഇങ്ങനെ കുപ്പി ഇങ്ങനെ കെട്ടിയിടിച്ച് സൗണ്ട് ആക്കുന്ന പരിപാടി. അടിയിൽ എക്സ്റേൻ്റെ സാധനമുണ്ട്. അടിപൊളി പരിപാടി കേട്ടോ അത്. അങ്ങനെ നമ്മള് കണ്ടെത്തുന്ന വീട്ടിലോട്ട് പോലെ അങ്ങനെ നാട് നമ്മളെ പരിസരം കറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. കാരണം ഇടിയെല്ലാം വരുന്ന പോലെ ഉണ്ടല്ലേ, കുറേ ആയിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത വീട് എത്തുമ്പോൾ എടുക്കുമ്പോൾ കാണാം. ഈ നാട്ടുവഴിയിലെ പാട്ടിട്ടോ, ഇവിടെ പാട്ടിട്ടോ. നല്ല കദളിപ്പൂ
പൂവിനുള്ളിൽ തേൻ കുടിച്ചിടാം. ഏത് മാവ് നിറഞ്ഞാലാണ് എനിക്ക് പണ്ട് വഴക്ക് കിട്ടിയെന്ന് പറഞ്ഞ പറ. അത് ഇടുന്നൊന്നല്ല, കൊറേ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതുണ്ടാവും. മുഴുവൻ വാങ്ങി പറിച്ചിട്ട് പോയാൽ മതി. ഇതെന്നാ സാധനം? ആകാശ മൊട്ടാമ്പിളി. ഏ? ആകാശ മൊട്ടാമ്പിളി. ആകാശ മൊട്ടാമ്പിളി. മൊട്ടാമ്പിളിയാ? നമ്മളങ്ങനെ പറയില്ല, നിങ്ങളെന്നാ പറയില്ല? ഞാൻ ഒന്നും പറയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത്. ഇത് നല്ലോണം പഴുത്തത് ഉണ്ടെങ്കിൽ നമ്മൾ തിന്നലുണ്ട്. പക്ഷെ തിന്നാൻ പാടില്ലേ അമ്മ? നല്ല ടേസ്റ്റ്. തിന്നാൻ പാടില്ലേ? നീ തിന്നോ? തിന്നാ നല്ല രസം. ഇതാ കണ്ടാ. പക്ഷെ ഇപ്പൊ തിന്നാൻ കൊണ്ട് പേടിയാണ്. അമ്മയോട് ചോദിക്കണം. ഇതാണോ ആ മാവ്? നീ പറഞ്ഞ മാവ് ഇതാണോ പറ.